നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. വയനാട്ടിൽ നിന്നുള്ള CPIM-ന്റെ ആദ്യ മന്ത്രി OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് കേളു ചുമതലയേൽക്കുക. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് OR കേളു മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ 500 പേരാണ് പങ്കെടുക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് രാജ്ഭവൻ അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. പതിനെട്ടാം ലോക്സഭ ആദ്യ സമ്മേളനം നാളെ മുതൽ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് അജണ്ട. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം. ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ് സഭ സമ്മേളിക്കുക. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളന നടപടികൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭയെ അഭിസംബോധന ചെയ്യും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് തുടർച്ചയായി നടക്കും. സ്പീക്കറെയും ഈ സമ്മേളനം തിരഞ്ഞെടുക്കും. രാജ്യസഭാ സമ്മേളനം ജൂൺ 27-നാണ് തുടങ്ങുക. ജൂലൈ 3-ന് അവസാനിക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് CBI അന്വേഷിക്കും. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് CBI അന്വേഷിക്കും. മെയ് 5-ന് നടന്ന നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടാണ് CBI അന്വേഷിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് അന്വേഷണ ചുമതല CBIക്ക് കൈമാറിയത്. NTA ഡയറക്ടർ ജനറൽ സുബോധ് കുമാറിനെ നീക്കിയതിനു പിന്നാലെയാണ് അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നത്. പകരം പ്രദീപ് സിംഗ് കരോളയ്ക്ക് NTA-യുടെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്തുകയും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. നീറ്റ് PG പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധവുമായി ABVP-യും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് SFI-യും. നീറ്റ് PG പരീക്ഷ റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് ABVP ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ രോക്ഷം സർക്കാർ മനസ്സിലാക്കണമെന്നും ABVP വ്യക്തമാക്കി. അതേസമയം പരീക്ഷ എഴുതാൻ ഇരുന്ന 2 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം വച്ച് സർക്കാർ പന്താടുകയാണെന്ന് യുണൈറ്റഡ് ഡോക്ടർ ഫ്രണ്ട് അസോസിയേഷൻ ആരോപിച്ചു. അവസാന നിമിഷം പരീക്ഷ മാറ്റി നടപടി അസാധാരണമാണ്. എത്ര നാൾ ഇത് തുടരുമെന്നും അസോസിയേഷൻ ചോദിക്കുന്നു. SFI-യും സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. നീറ്റ് PG പരീക്ഷകൾ മാറ്റിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും SFI ആവശ്യപ്പെട്ടു. മുന്നോക്ക വിഭാഗങ്ങളെ സർക്കാരുകൾ അവഗണിക്കുന്നു. ജാതി സംവരണത്തിനും ജാതി സെൻസസിനുമെതിരെ NSS. ജാതി സംവരണത്തിനും ജാതി സെൻസസിനുമെതിരെ NSS. ജാതി സംവരണം അവസാനിപ്പിക്കണമെന്നും ജാതി മത ഭേദമന്യേ എല്ലാവരെയും സമാന്മാരായി കാണുന്ന ബദൽ സംവിധാനം വേണമെന്നും NSS ബജറ്റ് സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്നും സുകുമാരൻ നായർ സമ്മേളനത്തിൽ പറഞ്ഞു. ഇരു സർക്കാരുകളും മുന്നോക്ക സമുദായങ്ങൾക്ക് നീതി നൽകാതെ അകറ്റി നിർത്തുകയാണ്. പാലക്കാട് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥനെ മത്സരിപ്പിക്കാൻ LDF. മത്സരിക്കാനില്ലെന്ന് AV ഗോപിനാഥ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിക്കാൻ നിർണായക നീക്കവുമായി LDF. പെരിങ്ങോട്ടുകുരിശിയിലെ വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥനെ മത്സരിപ്പിക്കാനാണ് LDF നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇക്കാര്യം സ്ഥിരീകരിച്ച് AV ഗോപിനാഥും രംഗത്തെത്തി.
ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPM നേതാക്കൾ ആശയവിനിമയം നടത്തിയതായി AV ഗോപിനാഥൻ പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം വന്നത്. കള്ളക്കുറിച്ചി ദുരന്തം പഴകിയ മെഥനോൾ തെറ്റായ അനുപാതത്തിൽ വാറ്റിയതാണ് ദുരന്ത കാരണമെന്ന് പോലീസ്. പഴകിയ മെത്തനോൾ തെറ്റായ അനുപാതത്തിൽ വാറ്റിയതാണ് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന് കാരണമായതെന്ന് പോലീസ്. 25 ലിറ്റർ സ്പിരിറ്റ് 6 ഇരട്ടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് വാറ്റിയിരുന്നത്. ഈ അനുപാതം തെറ്റിയെന്നും പഴകിയ മെത്തനോൾ ഉപയോഗിച്ചതും ദുരന്ത കാരണമായെന്നും പോലീസ് കണ്ടെത്തി. പരിക്കേറ്റ പലസ്തീൻകാരനെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് സൈന്യം, തെറ്റുപറ്റിയെന്ന് ഇസ്രായേൽ. സൈനിക ആക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീൻകാരനെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് ഇസ്രായേലിന്റെ ക്രൂരത. വെസ്റ്റ് ബാങ്കിലെ ജിനിനിൽ നടന്ന റെയ്ഡിനിടെ പരിക്കേറ്റ മുജാഹിദ് ആസ്മി എന്ന സാധാരണക്കാരനോടാണ് ക്രൂരത കാട്ടിയത്. പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം ആംബുലൻസ് ആവശ്യപ്പെട്ടതോടെയാണ് സൈന്യം യുവാവിനെ ജീപ്പിന് മുമ്പിൽ കെട്ടിയിട്ട ശേഷം വാഹനം ഓടിച്ചു പോയത്. ഇയാളെ പിന്നീട് റെഡ് ക്രോസിന്റെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചതായാണ് BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.